ജീവനിശ്വാസമേ നനയൂ ഹലിയൂ പ്രിയതേ. അരുണേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. നമുക്കൊന്ന് കാണണമല്ലോ. എന്താടാ, എന്താ കാണണെന്ന് പറഞ്ഞേ? അരുണേട്ടാ, അത് ഇറ്റ്സ് ബിക്കോസ് ഓഫ് ഓക്കെ. അപ്പോ അവൾക്ക് പറ്റിയത് എന്താണെന്ന് അറിയണം, റൈറ്റ്? അനുവിന്റെ ഡോക്ടർ, അനുവിനെ ചികിത്സിക്കുന്ന ഡോക്ടർ എന്ന നിലയിൽ, ആസ് എ സൈക്കാട്രിസ്റ്റ്, അരുണേട്ടനോട് എല്ലാം പറഞ്ഞിട്ടുണ്ടാകും, റൈറ്റ്? അയിനോ, പക്ഷേ ഇത് ഞാൻ പറഞ്ഞറിയേണ്ട കാര്യമാണെന്ന് മനുവിന് തോന്നുന്നുണ്ടോ? ഓഫ് കോഴ്സ് നോ. ഐ നോ അരുണേട്ടനോട് അല്ല ചോദിക്കേണ്ടത്. പക്ഷെ അവളുടെ കാര്യമെല്ലാം അറിയാമെന്നുള്ള ഒരാളുടെ രീതിയിൽ, അവളുടെ ഏട്ടൻ എന്നുള്ള രീതിയിൽ അവള് എന്നോടത് പറയുന്ന അരുണേട്ടന് തോന്നുന്നുണ്ടോ? ഓഫ് കോഴ്സ് നോ. അവള് പറയില്ല. ബിക്കോസ് ഷീ ലവ് യു, ഷീ കെയർ അബൌട്ട് യു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇത് നീ ചോദിച്ചോണ്ടൊന്നല്ല ഞാൻ പറയുന്നത്. ഐ തിങ്ക് ഇറ്റ്സ് ടൈം ഫോർ യു ടു നോ. അനുവിനെ പറ്റി, ഇൻസിഡന്റിനെ പറ്റി അറിയണമെങ്കിൽ നമ്മളൊരു 5 വർഷം പുറകോട്ട് പോകണം. ബാംഗ്ലൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് അവൾ TC വാങ്ങി നാട്ടിലേക്ക് വന്ന സമയം, ആ സമയത്താണല്ലോ അങ്കിളിന് ആക്സിഡന്റ് ആകുന്നതും അങ്കിള് മരിക്കുന്നതും അവള് ടോട്ടലി ഡിപ്രസ്ഡ് ആകുന്നതൊക്കെ. ആ സമയത്ത് അനുവിന് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ആൻ ആക്സിഡന്റ്, താരോ കരുതി കൂട്ടി ചെയ്തതാണ് എന്നൊക്കെ. ബട്ട് അവൾക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ആ സമയത്ത് ഞാൻ അവളെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് അവള് ഭേദമായി വന്നപ്പോ അവള് ചെന്നൈയിലെ മ്യൂസിക് കോളേജിൽ ജോയിൻ ആയി. അവൾക്കൊരു മാറ്റം നല്ലതാണെന്നുള്ള രീതിയിൽ ഞാനും അത് സജസ്റ്റ് ചെയ്തു. അവള് പോകണമെങ്കിൽ പോകട്ടെ എന്നുള്ള രീതിയിൽ. പക്ഷെ ആ പോക്കായിരുന്നു എല്ലാത്തിനും തോക്കും. ചെന്നൈ മ്യൂസിക് ആൻഡ് ആർട്സ് കോളേജ്, അതായിരുന്നു എല്ലാത്തിനെയും തോക്ക്. വളരെ ഫേമസ് ആയിട്ടുള്ള കോളേജ് ആയതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിലെ പ്രമുഖരായ പൊളിറ്റീഷ്യൻസിന്റെയും പോലീസുകാരുടെയും എല്ലാവരുടെയും മക്കൾ അവിടെ പഠിക്കുന്നുണ്ടായിരുന്നു. ചെന്നൈ ആയതുകൊണ്ടും വലിയ വലിയ പ്രമുഖരുടെ മക്കൾ അവിടെ പഠിക്കുന്നത് കൊണ്ടും അതിന്റെ നേരിയ ടെൻഷൻ ഉണ്ടായിരുന്നു. ബിക്കോസ് അവൾ അവിടെയും ഒറ്റയ്ക്കായി പോകുമോ എന്ന്. പക്ഷെ അതൊന്നുമല്ലാതെ അതിനൊരു നല്ല ഫ്രണ്ട്സിന്റെ ഗ്യാങ്ങിനെ തന്നെ കിട്ടി. വൃന്ദ, അരവിന്ദ്, മീനാക്ഷി, ജയവിത്, അലക്സ്, സിദ്ധാർത്ഥ്, ദേവ ആൻഡ് ജാക്സൺ. വെയിറ്റ്, ജാക്സൺ? സംശയിക്കണ്ട, നിങ്ങളുടെ കോളേജിലുള്ള ജാക്സൺ തന്നെ. അവനെങ്ങനെ അവിടെ? നീ ആദ്യം കേൾക്ക്, നിന്റെ എല്ലാ സംശയത്തിനും ഉത്തരവുണ്ട്.
Can you tell me where can I find the music department? मैं तो तेरे रंग में रंग चुका हूँ, बस तेरा बन चुका हूँ, मेरा मुझ में कुछ नहीं, सब तेरा. മലയാളി? മലയാളി. നിങ്ങൾക്ക് മലയാളിയാ? മലയാളിയാ. And myself, Brenda. Second year BA Music. Serious. Don't be. ഞാൻ തന്നെക്കാളും ഒരു ഇയർ കൂടുതലാന്നേ ഉള്ളൂ. ലെറ്റ്സ് ബി ഫ്രണ്ട്സ്. പിന്നെ തന്റെ പേരെന്താ? ഓക്കെ. അനിക. Brenda, come here. It's time. Yeah, coming. Nice name. അല്ലടോ, തനിക്ക് മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് അല്ലേ അറിയേണ്ടത്? അത് വിട്ടുപോയി. ഇവിടെ നേരെ ചെന്ന് ലെഫ്റ്റ് തിരിയുമ്പോ ഒരു സ്റ്റെയർ ഉണ്ട്. ആ സ്റ്റെയർ കയറി മോളിൽ ചെന്നാല് റൈറ്റ് തിരിയുമ്പോ നേരെ കാണുന്നത് ആ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ശരിടോ, കാണാം. കുറച്ച് തിരക്കുണ്ട്. ഫ്രഷേഴ്സ് ഡേ ഒക്കെ വരെയല്ലേ, അതിന്റെ. താങ്ക് യു ചേച്ചി. ഹേയ് നോ, യു കാൻ കോൾ മീ മൈ നെയിം വൃന്ദ. ഞാൻ പറഞ്ഞല്ലോ, ലെറ്റ്സ് ബി ഫ്രണ്ട്സ്. ബൈ, സീ യു. Music department. Okay. Hey. Oh, I'm sorry. പേടിച്ചു പോയോ? പിന്നെ പുറകില് വന്ന് മിണ്ടാതെ നിന്ന് ഒച്ചെടുത്ത ആരായാലും പേടിക്കത്തില്ലേ? സോറി, പെട്ടെന്ന് കണ്ടപ്പോ മലയാളി എന്ന് തോന്നി, അതാ ഞാൻ. ആൻഡ് ഐ ആം അരവിന്ദ്, ഫസ്റ്റ് ഇയർ മ്യൂസിക്. ഇറ്റ്സ് ഓക്കെ. ഐ ആം അനിക, ഫസ്റ്റ് ഇയർ മ്യൂസിക്. ഹലോ. എന്നടി മീനാക്ഷി, ഇപ്പടിയാ വന്ന് ഹായ് പറയണേ? മനുഷ്യന്റെ നല്ല ജീവൻ അങ്ങ് പോയി. ഹലോ ഹലോ, ഈ പറഞ്ഞാളെ നേരത്തെ വന്ന് ഹായ് പറഞ്ഞത് ഇതുപോലെ തന്നെയാ. ആണല്ലേ? ആ, ബൈ ദ വേ, ഇത് മീനാക്ഷി, താഴേന്ന് പരിചയപ്പെട്ടതാ. നീ ആരടാ? എന്നെ പരിചയപ്പെടുത്താൻ എനിക്ക് തരും. ഓക്കെ. ഹായ്, ഐ ആം മീനാക്ഷി. ഹായ്, ഐ ആം അനിക. ഹാ, എന്ത് രസമല്ലേ ഇവിടെ ഇരിക്കാൻ. ശരിയാ. ഹേയ് അനിക, എന്താണ് ഇവിടെ ഇരിക്കുന്നത്? ചുമ്മാ, ഞങ്ങള് ചുമ്മാ ഇവിടെ വർത്താനൊക്കെ പറഞ്ഞ് കാഴ്ചയൊക്കെ കണ്ടിരിക്കായിരുന്നു. അല്ല, നിങ്ങളിത് എങ്ങോട്ടാ? എന്റെ പൊന്നെ, എന്ത് പറയാനാ, ഇത്രയും നേരം എന്തേ ആ പ്രോഗ്രാമിന്റെ പുറകെയായിരുന്നു. ഇപ്പൊ എന്തേലും കഴിക്കാന്ന് വെച്ചിറങ്ങിയതാ. അല്ല, നിങ്ങൾ വല്ലതും കഴിച്ചോ? വാ, ഒരുമിച്ച് കഴിക്കാം. ഞങ്ങളൊന്നും കഴിച്ചില്ല. പിന്നെ വൃന്ദ, ഇത് അരവിന്ദ്, ഇത് മീനാക്ഷി, പിന്നെ ഇത് വൃന്ദ. ഞാൻ പറഞ്ഞില്ലായിരുന്നു? അത് സീനിയർ, റൈറ്റ്? യെസ്, ഞാൻ എന്താ എന്താ സീനിയർ. അല്ല, ഇവിടെ ഇങ്ങനെ നിന്നാ മതിയോ? പോണ്ടേ? ഇപ്പൊ ചെന്നാലാ വേദം കിട്ടുള്ളൂ. നിങ്ങക്ക് വേണ്ടത് എന്തെന്നൊക്കെ പറഞ്ഞോ. എടാ, നിങ്ങളും പിന്നെ എനിക്ക് വേണ്ടത് എന്താന്ന് നിങ്ങക്ക് അറിയാലോ. സിദ്ധുവിന് ഓർഡർ ചെയ്തോ, ഞാൻ അവിടെ ഇരിക്കാം. നിങ്ങൾ പോരേട്ടാ. കുട്ടി, ബൈ ദ ബൈ, ഐ ജാക്സൺ. ജാക്കിന്ന് വിളിക്കാം. പറവല്ല, ഞാൻ ജാക്സൺ വിളിച്ചോളാം. അല്ല, എനിക്ക് കുഴപ്പമില്ല കേട്ടോ, കുട്ടി വിളിച്ചോളൂ. പക്ഷെ എനിക്ക് കുഴപ്പമുണ്ടല്ലോ, ഞാൻ ജാക്സൺ വിളിച്ചോളാം. കാട്ടുകോഴി. തനിക്ക് ഇഷ്ടമുള്ള പോലെ വിളിച്ചോ. മീനാക്ഷി എന്നല്ലേ പേര്? എന്നാ ഞാൻ തന്നെ മീൻ എന്ന് വിളിക്കട്ടെ? വേണ്ട, എന്നെ മീനൊന്ന് വിളിച്ചാ മതി. മീൻ. ഹലോ മീൻ, എക്സ്ക്യൂസ് മീ, കുറച്ച് സ്പേസ് തരൂ, ചേട്ടന് ഫുഡ് വാങ്ങാനുള്ളതാ. നീ പട്ടിച്ചിട്ട കുറവിന്റെ. എന്തടി, നീ ഫുഡ് വാങ്ങിച്ചില്ലേ? ഞാനൊന്ന് വാങ്ങിക്കട്ടെടി. നീ നിക്ക് എന്റെ പൊന്ന് മീന യക്ഷി. എടാ ഒന്നനാ. ഏയ് മീനു, പാവം ജീവിച്ചു പോയിക്കോട്ടെ, ഇങ്ങോട്ട് വാ. അനിക. അല്ല, ഈ അനിക എന്നുള്ള പേര് എന്തോ പോലെ ഒരു ഇറിറ്റേഷൻ പോലെ തോന്നുന്നു. തന്നെ വീട്ടിലെന്താ വിളിക്കുക? എന്നെ വീട്ടിൽ വിളിക്കാറുള്ളത് അനു എന്നാ. അതെല്ലാരും തന്നെ വിളിക്കുന്നതല്ലേ അനു. എന്നാ ഞാൻ തന്നെ ആമീന്ന് വിളിക്കാം. എപ്പടി?
ആ വിളിച്ചു. ആക്ച്വലി എനിക്ക് അനു എന്നുള്ള പേര് അത്ര ഇഷ്ടമല്ല. അപ്പൊ സെറ്റ്. ഇന്ന് മുതൽ നമ്മുടെ ഈ ഗ്യാങ്ങിലുള്ള എല്ലാവരും അനികേനെ ആമീന്നായിരിക്കും വിളിക്കാം. ഓക്കെ? അല്ലടാ, സിദ്ധു ഇതുവരെ വന്നില്ലല്ലോ. എന്താണ് ഇവിടെ വട്ടമേശ സമ്മേളനം എന്നെ കൂട്ടാണ്ട്? അല്ല, പുതുമുഖങ്ങളൊക്കെ ഉണ്ടല്ലോ. എന്തു പറയാൻ, നിന്നെ പറ്റി എന്നെ പറഞ്ഞോണ്ടിരുന്നെ. എന്നെ പറ്റി വല്ല കുറ്റം പറഞ്ഞതായിരിക്കും പിള്ളേരുടെ അടുത്ത്. എടാ പിള്ളേരെ, നിങ്ങൾ അവളെ വിശ്വസിക്കരുത് കേട്ടാ. ഇവിടെ കേട്ടത് അവിടെ പൊടിപ്പും തൊങ്ങലും കൂട്ടി പറഞ്ഞു കൊടുക്കും. നിങ്ങൾക്ക് അറിയില്ല ഇവിടെ. ആൻഡ് ബൈ ദ വൈ, ഞാൻ സിദ്ധാർത്ഥ്. അങ്ങനെ ആ 9 പേരുടെ സൗഹൃദം അവിടെ മുട്ടിടുകയായിരുന്നു. അവരുടെ സൗഹൃദം മുട്ടിട്ട് വിടർന്ന് പടർന്ന് പന്തലിച്ച് ഒരു കുടുംബത്തെ പോലെയായി മാറി. അവരുടെ സൗഹൃദം ദിവസങ്ങളോളം, മാസങ്ങളോളം, വർഷങ്ങളോളം നിലനിന്നു. അങ്ങനെ ഇരിക്കെ 3rd ഇയേഴ്സുകാർക്ക് ആ കോളേജിൽ നിന്ന് വിട പറയേണ്ട ദിവസമായി. അവരുടെ ഈ വിട പറച്ചിൽ ഒരു സെലിബ്രേഷനിലൂടെ അവസാനിപ്പിക്കാമെന്ന് അവർ തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കെ അവരുടെ ഗ്രാജുവേഷൻ ഡേ. മീസേ, എനിക്കറിയാം എല്ലാവരും കുറെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ലേറ്റ് ആയി. എനിക്കറിയാം കുറെ തിരക്കുണ്ടായിരുന്നു. ഞാൻ കുറെ ശ്രമിച്ചു. പിന്നെ എന്റെ ഫോണ് നിറച്ച് സ്റ്റോറേജ് നിറഞ്ഞിരിക്കുകയാണ്. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ഉള്ള സ്പേസിൽ തട്ടിക്കൂട്ടിയ ഒരു എപ്പിസോഡാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. ആൻഡ് ഒരു ബിഗ് സോറി പറയാണ്. കാരണം ഇത്ര ലേറ്റ് ആവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എനിക്ക് കിട്ടുന്ന ടൈമിലാണ് ഞാനിങ്ങനെ എന്താ പറയാ ഇതൊക്കെ എഡിറ്റ് ചെയ്ത് ഇടണത് കേട്ടോ. അപ്പൊ എല്ലാവരും മനസ്സിലാക്കുമെന്ന് വിചാരിക്കണം. ഇനിയൊക്കെ മുടങ്ങാണ്ട് ഇടാൻ ശ്രമിക്കാന്നൊക്കെ ഞാൻ പറഞ്ഞാലും പക്ഷെ എനിക്കത് നിറവേറ്റാൻ പറ്റില്ല. അപ്പൊ എനിക്ക് സമയം കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ എന്തായാലും എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ആക്കാൻ നോക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായെന്ന് വിചാരിക്കണം. അപ്പൊ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ടിനും നിങ്ങളുടെ ഈ മൈ ഡിയറിൽ നിങ്ങൾ കൊടുത്ത ലവിനും എല്ലാത്തിനും ഒരുപാട് നന്ദി. ഇനി സപ്പോർട്ട് ചെയ്യാം. അപ്പോ അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.